അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇന്ന് നമ്മൾ ജമീൽ ആപ്പിൻ്റെ പുതിയ ചില ഫീച്ചേഴ്സാണ് പരിചയപ്പെടാൻ പോകുന്നത്. ജമീൽ ആപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് ഇസ്ലാമികമായ ഓഡിയോസ്, വീഡിയോസ് കുറേ കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അതിൽ അദ്കാർ സെക്ഷനിൽ വന്നിട്ടുള്ള പുതിയൊരു ഫീച്ചറാണ്. നമുക്ക് അദ്കാർ ഷെയർ ചെയ്യാൻ പറ്റും. അത് ഫോട്ടോ ആയിട്ടും വ്യത്യസ്ത കളറിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാൻ പറ്റും. അതിൻ്റെ അർത്ഥം, അറബിയുള്ള പ്രാർത്ഥനയെല്ലാം ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ, ആപ്പ് സ്റ്റോറിൽ പോയിട്ട് ZAMEEL ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. ശേഷം നമ്മളതിൻ്റെ ജമീൽ ഹോം സ്ക്രീൻ വന്നു കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് വലതുവശത്ത് അദ്കാർ എന്നുള്ളൊരു ബട്ടൺ കാണാൻ പറ്റും. രണ്ട് കൈകൾ ഉയർത്തി പിടിച്ചിട്ടുള്ളൊരു ഐക്കണാണ് അവിടെ ഉണ്ടാവും. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അദ്കാർ സെക്ഷനിലേക്കാണ് വരിക. അവിടെ വ്യത്യസ്തമായ ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. രാവിലെയുള്ള പ്രാർത്ഥന, വൈകുന്നേരമുള്ള പ്രാർത്ഥനകൾ, ഉറങ്ങുന്നതിന് മുന്നുള്ള കുടുംബം, യാത്ര, പള്ളി, അങ്ങനെ കുറേ സന്ദർഭങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥനകളുണ്ട്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു പ്രാർത്ഥന ഷെയർ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഞാൻ രാവിലെയുള്ള ഒരു പ്രാർത്ഥന എടുക്കുക, രാവിലെ എടുക്കുക. അപ്പോൾ അതിനകത്ത് കുറേ പ്രാർത്ഥനകൾ ഇങ്ങനെ കാണാൻ പറ്റും. വലതുവശത്തേക്ക് നീക്കി നമുക്ക് പ്രാർത്ഥനകൾ ഓരോന്നോരോന്നായിട്ട് കാണാൻ പറ്റും. അവിടുന്ന് ഓഡിയോ പ്ലേ ചെയ്യാനൊക്കെ ഓപ്ഷൻ ഉണ്ട്. ഓഡിയോ റെസിറ്റേഷൻ എന്നുള്ള പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഓഡിയോ കിട്ടും. ഇനി എനിക്കൊരു പ്രാർത്ഥന ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം അസ്ബഹന വസ്ബഹൽ മിൽക്കുല്ല എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. അപ്പോൾ അതിന് ചെയ്യേണ്ടത്തുള്ളൂ, എല്ലാ പ്രാർത്ഥനയും മുകളിലായിട്ട് ഷെയർ എന്നുള്ളൊരു ബട്ടൺ കാണാം. നിങ്ങൾക്ക് മുകളിൽ വലതുവശത്ത് ഷെയർ ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കളറിൽ വരും. അപ്പോൾ ഇതൊരു ബ്ലൂ കളറിൽ എന്ത് വന്നിട്ടുണ്ട്, പിന്നെ നീല കളറിൽ, പിന്നെ നമുക്കിവിടെ അറബിയിലുള്ളതുണ്ട്, അതുപോലെ അതിൻ്റെ കൂടെ മലയാളത്തിൽ തന്നെ അർത്ഥമുണ്ട്. അത് നമുക്ക് കളർ മാറ്റണമെങ്കിൽ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. അതുപോലെ ഇപ്പോൾ ഇതിൽ പിന്നെ ടൈറ്റിൽ, അതിന് അറബി, മലയാളം എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഓപ്ഷൻസ് ഒഴിവാക്കേണ്ട വെച്ചാൽ ഒഴിവാക്കാം. അപ്പോൾ എനിക്ക് ഇവിടെ താഴെ ഫൂട്ടർ എന്നുള്ള ഓപ്ഷൻ ഒഴിവാക്കാം. അപ്പോൾ അതിൻ്റെ റെഫറൻസ് വരും, ഇത് എവിടെ വന്നിട്ടുള്ളതാണ്, പിന്നെ ഏത് ഹദീസിൽ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടെ കാണിക്കും. അത് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. വേണമെങ്കിൽ അറബി ഒഴിവാക്കാം, മലയാളം ഒഴിവാക്കാം. അപ്പോൾ ഇതിൽ 5-6 ഓപ്ഷൻ ടിക്ക് ഉണ്ട്. അതിൽ ഏതൊക്കെയാണ് വേണ്ടത്, ആവശ്യമുള്ളത് ഒഴിവാക്കാൻ അല്ലാത്തത് അവിടെ നിലനിർത്തുകയൊക്കെ ചെയ്യാം. അങ്ങനെ ചെയ്തതിന് ശേഷം എനിക്ക് എന്ത് ചെയ്യാം, ഷെയർ ദുആ എന്നുള്ള താഴെ ബട്ടൺ കാണാം, ഷെയർ ദുആ. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ പിന്നെ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ എനിക്ക് വാട്സപ്പിലേക്കാണ് ഷെയർ ചെയ്യുന്നതെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, വാട്സപ്പ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വാട്സപ്പിലേക്ക് പോയി നമുക്ക് വേണ്ട കോൺടാക്റ്റിലേക്കോ അല്ലെങ്കിൽ സ്റ്റാറ്റസിലേക്കോ തിരഞ്ഞെടുക്കുക. ഇതിൽ നിന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അതിൽ നിന്ന് ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. അപ്പോൾ ഞാനിത് സ്റ്റാറ്റസിലേക്കാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ സ്റ്റാറ്റസ് ഇങ്ങനെ കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് കളർ വന്നിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ടിൽ ടെക്സ്റ്റ് വന്നിട്ടുണ്ട്. അവിടുന്ന് സെൻഡ് അടിച്ച് കഴിഞ്ഞാൽ എന്തായി, നമ്മുടെ സ്റ്റാറ്റസിൻ്റെ അകത്ത് എന്ത് ചെയ്തു, അത് വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ആവശ്യമുള്ള ഒരു പിന്നെ അത് കാർ എടുത്തിട്ട് വേറെ ആൾക്ക് സെൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ സ്റ്റാറ്റസ് ആക്കാൻ അത്ര എളുപ്പമുള്ളൊരു ഫീച്ചറാണ്. അതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടുള്ളത് എന്താ വെച്ചാൽ വ്യത്യസ്ത കളറിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മാറ്റാം. വ്യത്യസ്തമായിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് ഒരു ദുആക്കെന്നല്ല, ഏതൊരു ദുആ ആണെങ്കിലും നമുക്ക് അദ്കാർ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അപ്പോൾ നോമ്പുമായി ബന്ധപ്പെട്ടൊരു അദ്കാർ എടുത്തു. അപ്പം നോമ്പ് തുറക്കുമ്പോൾ ഉള്ള പ്രാർത്ഥന ഇത് നമുക്ക് എടുത്തിട്ട് എന്ത് ചെയ്യാം, ഷെയർ അടിച്ചിട്ട് എന്ത് ചെയ്യാം, നേരത്തെ പോലെ തന്നെ ഷെയർ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ട വാട്സപ്പിലേക്കോ മറ്റൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനുള്ളൊരു ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. അത് വളരെ എളുപ്പമാണ്. നമുക്ക് എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അദ്കാറിൽ വന്നിട്ടുള്ള പുതിയൊരു ഓപ്ഷൻ ആയിട്ടുള്ളത്. നമ്മൾ അദ്കാറുകൾ എന്ത് ചെയ്യാം, ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു സെഷൻ ഇവിടെ ക്ലോസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.